ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനൽ ടോക്സ്. റൊമാൻസ് ഇൻ ദ ഹൗസ് എന്ന് പറയുന്ന ഡ്രാമയുടെ 4th എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മിറയുടെ ചൈൽഡ്ഹുഡ് കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ മിറയും അവളുടെ അച്ഛനും കൂടെ ബേസ്ബോൾ കളിക്കുകയാണ്. മൂജിൻ ഒരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞു മിറയുടെ മൂജിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വലുതാകുമ്പോൾ ഒരു അത്ലറ്റ് ആവണമെന്ന്. അപ്പൊ അവള് പറയാണ്, അത് നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിലേ പൈസയൊക്കെ കിട്ടത്തുള്ളൂ അത്ലറ്റ് ആവണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ ചോദിക്കാണ്, അത് അമ്മയാണോ നിന്നോട് പറഞ്ഞു തന്നെയെന്ന്. അവളും അതേന്ന് പറയാണ്, അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വലുതായി ഞാൻ ഏതെങ്കിലും ഒരു അത്ലറ്റിനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്റെ തല അമ്മ മൊട്ടയടിക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നും പറയാണ്. മിറ അന്നും ഇന്നും നല്ല ചിന്തിച്ച് തന്നെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. ഇപ്പൊ മിറ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തുകൊണ്ട് എന്നെക്കാളും കൂടുതൽ ലീവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മോളോട് കള്ളം പറയാനൊരു താല്പര്യക്കുറവും വിഷയം തിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഒരു പുതിയ സൈക്കിളും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഡ്രാമയില് മിറയുടെയും മൂജിന്റെയും ഇന്ററാക്ഷൻസിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരെണ്ണമാണ്, അതും അവരുടെ പഴയ കാലം. ഇപ്പൊ ജിൻഹി നമ്മുടെ ഏയോണിനെ കണ്ടിട്ട് ഇന്നലെ നടന്ന ആ ഇൻസിഡന്റിന് സോറി ചോദിക്കാനും വേണ്ടിട്ട് എത്തിയിരിക്കുകയാണ്. അവര് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ, സോറി ഒന്നും മനസ്സിൽ വെച്ചേക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യൂട്ടും സ്വീറ്റും ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഏയോണും പറയാണ്, ഓ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഒട്ടും തന്നെ നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങൾ എന്നെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇതേ ചവിട്ടുപായ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. അയൽക്കാരെല്ലാരും എന്റെ കാര്യത്തിൽ തലയിട്ടിട്ട് എന്നോട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും അങ്ങനെ എനിക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, വേറെ മാർഗമൊന്നും ഇല്ലല്ലോ ഇഗ്നോർ ചെയ്യാനല്ലാതെ എന്ന് പറഞ്ഞ് അവിടെ ഏയോൺ പോവുകയാണ്. നമ്മുടെ ഏയോണിന്റെ ഈ ഒരു ഡയലോഗ് കേട്ട ഉടനെ തന്നെ വന്നവർ രണ്ടുപേരും വയറും നിറഞ്ഞ് വന്ന വഴിയെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വില്ലയുടെ ഫ്രണ്ടിൽ വെച്ച് നമ്മുടെ ഏയോൺ മൂജിനെ കണ്ടുമുട്ടുകയാണ്. ഏയോൺ മൂജിന്റെ സിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചതും മൂജിൻ ഇപ്പൊ ഈ റിച്ച് ആയിട്ടിരിക്കുന്നതെന്നും അവന്റെ സിസ്റ്ററിന് അറിയത്തില്ല എന്നുള്ള കാര്യം അവൾ അറിഞ്ഞതായിട്ട് മൂജിനോട് പറയുമ്പോൾ ഇത് കേട്ട മൂജിനൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഒരു ഒറ്റ ഫോൺ കോളില് മൂജിൻ പറഞ്ഞ അത്രയും സ്റ്റോറിയും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുകയാണ്. ഇതേ സമയം ടേപ്പിയോങ്ങിനെ കാണിക്കുകയാണ്. അവനൊന്ന് കടയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ആരോ അകത്തുള്ളതായിട്ട് അവനൊരു ഡൗട്ട് തോന്നി അവിടെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അകത്തുള്ള ആള് കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവന്റെ ഫ്ലൈങ് കിക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൻ അച്ഛനെ കണ്ട് ഞെട്ടുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ഞാൻ നീ എങ്ങനെ താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാൻ വന്നേടാ, പക്ഷെ പാസ്വേഡ് എങ്ങനെ അറിയാം? അപ്പോഴേ അച്ഛനെ പറയുന്നത്, അതൊക്കെ ഗസ് ചെയ്യാനാണോടാ ഇത്രയും പാട്? അവൻ ആ സെക്യൂരിറ്റി ജോബ് ക്വിറ്റ് ചെയ്യാനാണ് ടേപ്പിയോങ്ങിന്റെ അച്ഛൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് അവൻ റെഫ്യൂസ് ചെയ്യാണ്. ഇവര് തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ടാണുള്ളത്. പക്ഷെ അതിനകത്ത് ഒരു ഡിഫറൻസ് എവിടേക്കോ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ മിറയെ കാണിക്കാണ്. അവളുടെ നെയ്ബേഴ്സ് എല്ലാരും ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന്റെ പേരെടുത്ത് മെൻഷൻ ചെയ്ത് പറയുന്നത് കേട്ട് മടുത്ത അങ്ങനെ ഒരു നീണ്ട ദിവസത്തെ സ്ട്രെസ് എല്ലാം കൂടെ തീർക്കാനും വേണ്ടിയിട്ട് അവൾ നമ്മൾ ടേപ്പിയോങ്ങിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. മിറയ്ക്ക് ബോർഡൊക്കെ ബ്രേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടാലന്റ് തന്നെയാണ് ഉള്ളത്. അവളുടെ ബ്ലഡ് ഒരു അത്ലറ്റിന്റെ ആണല്ലോ. ഉള്ള സ്ട്രെസ് എല്ലാം മാറി കിട്ടാൻ ഈ ബോർഡ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആണ്. ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ബ്രേക്ക് ചെയ്യാമെന്ന് അവള് പറഞ്ഞ് അവരത് എടുക്കുമ്പോൾ ടേപ്പിയോങ് അവളുടെ തലയില് ബോർഡിൽ നിന്ന് പൊടിഞ്ഞു വീണ് ആ പൊടി എടുത്ത് മാറ്റുകയാണ്. പെട്ടെന്ന് അവളുടെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു ഫീലിംഗ് അവൾക്ക് തോന്നിയിരുന്നു. മൂജിൻ ജയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പൈസ വെച്ച് എല്ലാവരുടെയും മനസ്സ് പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കും എന്നും പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഡ്രിങ്ക്സ് ഒക്കെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം എല്ലാവരും എന്നെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ 2 പേരെ മാത്രം നമുക്ക് മാറ്റി നിർത്തണം. കാരണം ലീക്കും ഏയോണിനും മൂജിനും ഇപ്പോഴും ചെറിയ രീതിയിൽ സംശയമുണ്ട്. ഇനി കാണിക്കുന്നതൊക്കെ നമ്മുടെ മൂജിൻ നമ്മുടെ ഏയോണിനെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ നമുക്കൊരു ഡിന്നറിന് പോയാലോ, നിനക്ക് ഞാൻ ബീഫൊക്കെ വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഓൾറെഡി മിറയുമായിട്ട് പ്ലാൻ ഉണ്ട്, ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഡേ ആണെന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ന് ഞങ്ങളുടെ ഹൈക്കിംഗ് ഡേ ആണെന്ന് പറയുന്നത്. നമ്മുടെ ഏയോണിന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞ് അവരുടെ നെയ്ബറിന്റെ കടയിൽ എത്തുമ്പോഴാണ് അവിടെ ലാസ്റ്റ് ഓർഡർ ഓൾറെഡി ഒരാൾ വാങ്ങിച്ചിരിക്കുന്നത് അറിയുന്നത്. ആരാന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ മിറ വന്ന് ആ ഓർഡർ വാങ്ങി പോകുന്നത്. ഇത് കണ്ട് നമ്മുടെ മൂജിനും എന്തുവാടെ ഇന്ന് ചിക്കൻ ഡേ വല്ലോ ആണോ, അവളും ഒന്നും പറയാതെ അത് മേടിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ ഏയോണിന് വേണ്ടിയിട്ട് അച്ഛന്റെ മോളുടെയും ഒരു ക്യൂട്ടായിട്ടുള്ള ഫൈറ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏയോണിന് വേണ്ടിയിട്ട് പൂ വാങ്ങിക്കാനായിട്ട് നമ്മുടെ മൂജിനെത്താണ്. കടയൊന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയം തന്നെ നമ്മുടെ മിറയും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് രണ്ടുപേരും പൂവും വാങ്ങിച്ച് ആരാണ് ഫസ്റ്റ് എത്തുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മിറ തന്നെ അവിടെയും ജയിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഹെൻജെ കാണിക്കാണ്. അവനാണെങ്കിൽ അവന്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്. അവനിപ്പോ എത്തിയിരിക്കുന്ന റെസ്റ്റോറന്റ് ആ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ക്യാഷ് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഹെൻജെ അയാളോട് ചോദിക്കുന്നുണ്ട്. അവനും പഠിത്തം നടത്തിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഇപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്ത് അവൻ സ്വന്തമായിട്ട് അവനെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവന്റെ ഫേസിലുള്ള ഹാപ്പിനെസ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഏവനും ലോണ്ടറി ചെയ്യാനും വേണ്ടിയിട്ട് ഒരിടത്ത് വരുമ്പോഴാണ് അവിടുന്ന് നമ്മുടെ ജയെ കാണുന്നത്. അയാൾ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവാണ് അയാളുടെ ടാക്സ് അക്കൗണ്ടന്റ് ആണെന്നും നമ്മുടെ മൂജിന്റെ ടാക്സ് ഒക്കെ ഇയാളാണ് നോക്കി നടത്തുന്നത്. അത് മാത്രമല്ല ഇവർ രണ്ടുപേരും ഹൈസ്കൂൾ മുതൽ ഫ്രണ്ട്സ് ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇത് കേട്ടിട്ട് ഏവണ് ഒരു കള്ളത്തരമായിട്ടാണ് തോന്നുന്നത്. കാരണം മൂജിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അവൾക്ക് അറിയാമെന്നും എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്നും അവൾ പറയാണ്. അപ്പൊ ജയും പറയുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് അത്രയ്ക്ക് കമ്പനിയൊന്നും അല്ലായിരുന്നു, പിന്നെ ഈ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്രയും കമ്പനി ആയതെന്നും. ജയ് ഫോണിൽ സംസാരിച്ച കാര്യത്തെ പറ്റിയിട്ട് ജയോട് തന്നെ ഇപ്പൊ ഏവൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് നീ വലുതായിട്ട് സ്കോർ ചെയ്യാൻ പോകുന്നത്, പെട്ടെന്നുണ്ടായ പൈസ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ എന്ന് നീ ഫോണിൽ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ എന്തോ അർത്ഥം, നീ എന്നോട് പറയത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിൽ ശരി ഞാൻ മൂജിനോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ ജോലി സ്ഥലത്ത് നമ്മുടെ സിഇഒയെ കാണിക്കാണ്. സെയിൽസ് പ്രോഗ്രാമിൽ നമ്മുടെ മിറയെ നല്ല രീതിയിൽ പൊക്കി പറഞ്ഞ് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് അവർക്ക് കുറെ കയ്യടിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് സിഇഒ. മറ്റുള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് ഓവറായിട്ട് തോന്നത്തില്ല. കാരണം മിറ അവളുടെ വർക്കില് അത്രമാത്രം അമേസിംഗ് ആണ്, അത്രയും പ്രശംസ അവൾക്ക് അർഹിക്കുന്നതാണ്. എന്നാൽ സിഇഒ അവളെ പ്രശംസിക്കുന്നത് അവളുടെ ഹാർഡ് വർക്കിന് മാത്രമല്ല, അവള് മറ്റാരോടെങ്കിലും ലിഫ്റ്റിൽ വെച്ച് അറിഞ്ഞ സത്യം പറയുമോ എന്നുള്ള ഒരു ചെറിയ പേടി കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ വൈകുന്നേരം കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഏയോണ്ണെ കാണിക്കാണ്. അവളാണെങ്കിൽ മൂജിനെ 5-6 വട്ടം കോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ കോൾ എടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആരോ അവളെ വന്ന് പിടിക്കുന്നത്. ഫോൺ താഴെ വീഴുകയും ഏയോന്റെ ഒരു കരച്ചിലും കേൾക്കുകയാണ്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഏയോണ്ണെ സർപ്രൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ മിറയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് തന്നെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മൂജിനാണെങ്കിൽ ഹെൻജെ പറഞ്ഞ പ്രകാരം ഹാൻഡ് ബാഗ്സും വാങ്ങിച്ചിട്ടുണ്ട്. ഹെൻജയോട് മൂജിൻ ചോദിക്കുന്നുണ്ട് നിനക്കെങ്ങനെ അറിയാടാ പെൺപിള്ളേർക്ക് ഈ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഇഷ്ടമാണെന്ന്, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ പിന്നെ എനിക്ക് ഗേൾ ഫ്രണ്ട്, ഇതൊക്കെ ഞാൻ പാൻഡ ടോക്സ് എന്ന് പറയുന്ന ഡ്രാമ ചാനലിനകത്ത് ചെറുക്കന്മാരൊക്കെ പെൺപിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടതാണെന്നും പറയുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയമാണ് നമ്മുടെ മൂജിൻ അവന്റെ ഫോണില് മിസ് കോൾ ഒക്കെ കാണുന്നതും തിരിച്ചു വിളിക്കുന്നതും. പക്ഷെ എന്നാൽ കോൾ എടുക്കുന്നത് അവരുടെ നെയ്ബർഹുഡിലുള്ള ഒരാളാണ്. ഏയോൺ എന്തെന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് താഴെ കിടന്ന് കിട്ടിയതാണ്, ഇവിടെ അടുത്തുള്ള ഇടവഴി ഉണ്ടല്ലോ, ഏയോണിന്റെയും മെഡലിന്റെയും ഫോട്ടോ ആണ് വാൾപേപ്പർ, വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ചിതറിയും കിടപ്പുണ്ടെന്നും പറയുകയാണ്. ആരോ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണെന്നും അവർക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ ഈ മിറയും മ്യൂജിനും ഹെൻജയും കൂടെ അവരെ തപ്പി ഇറങ്ങുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പോയി നോക്കുകയാണ്. അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അവിടെ നമ്മുടെ ഏയോൺ ഇരിക്കുന്നത് കാണുന്നത്. ഏയോൺ ആണെങ്കിൽ ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ ഇപ്പോ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴയ വില്ലയുടെ ഓണറാണ്. പക്ഷെ കാര്യത്തില് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഏയോന്റെ കരച്ചിലായിട്ട് സൈഡിലൂടെ പോയ ജിൻഹിയും ലീയുടെ വൈഫും ഓടിയെത്തി അവർ 3 പേരും കൂടെ അയാളെ എടുത്ത് പഞ്ഞിക്കിടുകയായിരുന്നു, അല്ലാതെ അയാളൊന്നും ചെയ്തതേയില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മുടെ മിറയാണെങ്കിൽ പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങിയാണ്. അവളും പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. പണ്ട് അയാള് അവളുടെ അമ്മയോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അവള് കണ്ണുകൊണ്ട് കണ്ടതും ആ ദേഷ്യത്തില് അയാളുടെ തല ഓൾമോസ്റ്റ് ഒരു ബ്രിക്ക് വെച്ച് എറിഞ്ഞ് പൊട്ടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ അവളുടെ മൈൻഡ് അവള് ചേഞ്ച് ചെയ്തു എന്തോ ഒരു കാര്യം കൊണ്ട്. മകളെ നോക്കാനും വേണ്ടിട്ട് അച്ഛൻ പുറകെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് മിറയും അയാളെ കാണുന്നത്. അപ്പൊ മൂജിൻ അവളോട് പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് നിനക്ക് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ നിന്റെ തോളിൽ ഏൽപ്പിച്ചിട്ട് പോയി, അതിന് ഞാൻ സോറി ചോദിക്കുകയാണ്, നീ നിനക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നും പറയാണ്. എന്നാൽ മിറ ഭയങ്കര ദേഷ്യത്തിലാണ്. അവളും പറയാണ് അവൾക്ക് ഒരിക്കലും അവളുടെ അച്ഛനെ പോലെ ആവാനായിട്ട് താല്പര്യമില്ല എന്ന്. അവൾ നടന്നു പോകുന്നതിന് മുന്നേ തന്നെ മൂജിൻ പറയുന്നുണ്ട് ശരിയാണ്, നീ ഒരിക്കലും എന്നെ പോലെ അല്ല എന്നും. വീട്ടിലെത്തിയ ഏയോൺ കാണുന്നത് ഫ്രിഡ്ജും ബാഗുമാണ്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മിറയെ അവൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ല. ഇതേ സമയം മിറയാണെങ്കിൽ അവളുടെ സങ്കടങ്ങളെല്ലാം കൂടി കൂടി അവൾ കരയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടേപ്പിയൊങ്ങും അതുവഴി പോകുമ്പോഴാണ് അവളെ കാണുന്നത് സങ്കടത്തിലിരിക്കുന്നത്. അങ്ങനെ മഴ പെയ്യുകയും ആ മഴയത്ത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിറയും കാണുകയാണ് അവൻ. ആ സമയം ഒരു കുട കൊണ്ടുവന്ന് അവളെ സമാധാനപ്പെടുത്തുകയാണ് അവൻ. ഇതേ സമയം നമ്മുടെ ജിയോങ്ങിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെയും മൂജിന്റെയും പഴയ ഒരു ഫോട്ടോയും നോക്കിയിരിക്കുകയാണ്. ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. നമ്മുടെ മൂജിനാണെങ്കിൽ ജിയോങ്ങിനെ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവളും എനിക്ക് വട്ടാണ്, ഒരു റോങ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വട്ട് എനിക്ക് വന്നതെന്നും അവള് പറയാണ്. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഇപ്പോഴും ആർക്കും തന്നെ അറിയത്തില്ല, ജിയോങ്ങിനും പിന്നെ മൂജിനും ഒഴിച്ച്. അപ്പൊ ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബൈ, താങ്ക് യു.